ഇനി എന്തൊക്കെ അസാധാരണത്വങ്ങൾ കാണേണ്ടി വരും ഈ സേനയുടെ തലപ്പത്ത് ഡാൻ? 2025 MR അജിത് കുമാറും DGP പദവിയിലേക്ക് DGP തസ്തികയിലേക്ക് ഉയരേണ്ട വ്യക്തിയായിരുന്നു. അദ്ദേഹം ക്രമസമാധാന ചുമതലയിൽ സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള നീക്കം ഇതിനോടകം തന്നെ നടത്തുകയായിരുന്നുവെന്ന ആക്ഷേപമാണ് അദ്ദേഹത്തിനോട് വിയോജിപ്പുള്ള, അദ്ദേഹത്തിന്റെ നടപടികളിൽ കടുത്ത അതൃപ്തിയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ രഹസ്യമായി വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് ഇപ്പോഴുള്ള ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്ന് നമുക്ക് ചേർത്ത് വായിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ആ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്തേക്ക് MR അജിത് കുമാർ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് എത്തിയതിനു ശേഷം P. ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതിനു ശേഷം അദ്ദേഹവുമായി MR അജിത് കുമാർ വളരെ അഭേദ്യമായ വ്യക്തിബന്ധം പുലർത്തിയിരുന്നെന്നും നിർണായകമായ പല തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നത് അവർ തനിച്ചായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ, ആക്ഷേപങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്ന് നമുക്ക് ഏറെക്കുറെ അങ്ങ് ഉറപ്പിക്കാൻ കഴിയും. അത്തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ടായിരുന്നു എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്ക് കൂടി സ്വീകാര്യനായ ഒരു വ്യക്തിയായിരിക്കും ഇനി ക്രമസമാധാന ചുമതലയുടെ ADGP ആയി നിയമിക്കുക എന്ന വിവരങ്ങൾ ആദ്യഘട്ടം മുതൽ തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു. അവിടെയാണ് എച്ച് വെങ്കടേഷിന്റെയും ബൽറാം കുമാർ ഉപാധ്യായുടെയും സാധ്യത വർദ്ധിക്കുന്നത്. അതിൽ തന്നെ എച്ച് വെങ്കടേഷ് കുറ്റാന്വേഷണ മികവിന് നിരവധി തവണ സ്തുത്യർഹമായ സേവനത്തിന് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്. വിവാദമായ രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ സത്യം കേസ് അടക്കം, സത്യം കോടക്കേസ് അടക്കം അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ എച്ച് വെങ്കടേഷിന് ക്രമസമാധാന ചുമതലയിലേക്ക് കടന്നു വരുന്നതിനുള്ള സാധ്യത ഏറെയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനം കൂടി അക്കാര്യത്തിൽ നിർണായകമാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരുപക്ഷെ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പ് അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ബൽറാം കുമാർ ഉപാധ്യായ, അദ്ദേഹം ജയിൽ മേധാവിയാണ്, അദ്ദേഹത്തിനായിരിക്കും പിന്നീട് നറുക്കുവരിക. ഈ രണ്ടു പേരിൽ ഒരാൾ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന നിർണായകമായ പദവിയിലേക്ക് ഉയരുകയാണ് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെ ഇനി ഉറപ്പാകാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. അത് MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നതിനപ്പുറത്തേക്ക് വകുപ്പ് തല അന്വേഷണം അദ്ദേഹത്തിന്റെ പേരിൽ നടത്തുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുമോ, അത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി കടക്കുമോ, ആഭ്യന്തര വകുപ്പ് കടക്കുമോ എന്നതാണ് ഇനി നിർണായകമായ കാര്യം. അവിടെ MR അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ അത് അൻവറിന്റെ മാത്രം അറിവോടെയല്ല, അതിനപ്പുറത്തേക്ക് സർക്കാരിലെ ഉന്നതർക്ക് ഇക്കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പമാണ് പാർട്ടി നേതൃത്വത്തിനും അദ്ദേഹം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് എന്ന വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. PV അൻവർ അദ്ദേഹത്തിന്റെ കൈവശമുള്ള ശബ്ദരേഖകൾ ഉൾപ്പെടെയുള്ള തെളിവുകളുമായി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ കാണും എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനു മുന്നോടിയായി MR അജിത് കുമാറിനെതിരെ ഏതെങ്കിലും കടുത്ത നീക്കങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ സംഗ്രഹിക്കുന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കൈമാറുമെന്ന സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ജി ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം അത് പുരോഗമിക്കുകയാണ്. ഇതിനിടെയാണ് ഈ വിവാദങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതിനിടെ അവിടെ ഒരു പ്രമേയം പാസ്സായി. അതിനു മുമ്പ് പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. അതിനു മുമ്പ് പോലീസ് DGPയുമായി, പോലീസ് മേധാവിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ശ്രീജിത്ത്, ഈ പോലീസിൽ അടിമ ഉടമ ബന്ധം നിലനിൽക്കുന്നു എന്നുള്ള പ്രമേയം, പൊതുജനങ്ങളോട് മാന്യമായ പെരുമാറ്റം ഉണ്ടാകണമെന്ന് നിർദ്ദേശിക്കുന്ന ഉന്നതർ തന്നെ ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ള പ്രമേയം, പോലീസ് സേനയുടെ പ്രവർത്തനം പല തട്ടിലാണ് എന്ന് ധ്വനിപ്പിക്കുന്ന പ്രമേയം, ഉന്നത ഉദ്യോഗസ്ഥന്റെ ഫോൺ സംഭാഷണം അത്തരത്തിലാണ് എന്നൊക്കെ വ്യക്തമാക്കുന്ന തരത്തിൽ വലിയ വിവാദമാകാൻ സാധ്യതയുള്ള, കൂടുതൽ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള വിഷയങ്ങളാണല്ലോ ഉന്നയിക്കപ്പെടുന്നത്. എന്തൊക്കെയാണ് പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലെ സംഭവങ്ങൾ? തീർച്ചയായും പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തെ സംബന്ധിച്ച് ഏറ്റവും നാടകീയമായ ദിവസമായിരുന്നു ഇന്ന് എന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും MR അജിത് കുമാറും DGP ഷെയ്ഖ് ദർവേഷ് സാഹിബും ഉൾപ്പെടെ വേദി പങ്കിടുന്നു. അവിടെ ഉണ്ടാകുന്ന സംസാരങ്ങൾ, അതിനൊക്കെ അപ്പുറത്തേക്കാണ് എൽദോ നേരത്തെ ചൂണ്ടിക്കാണിച്ചപ്പോഴുള്ള പ്രമേയം കൂടി സമ്മേളനത്തിൽ വരുന്നത്. പോലീസിൽ ഒരു ചെറിയ വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥരെ കുറിച്ചാണ് ഈ അസോസിയേഷന്റെ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രമേയമായി. അടിമ ഉടമ ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നു,
എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒരു വിമർശനമാണ് ഈ അസോസിയേഷൻ യോഗത്തിലുള്ളത്. മാത്രമല്ല ഫലത്തിൽ ഏതാണ്ട് സുജിത് ദാസിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും സുജിത് ദാസിനെ പറയാതെ പറഞ്ഞുകൊണ്ടാണ് ഈ ഫോൺ സംഭാഷണം പുറത്ത് വന്നതോടുകൂടി ഈ പോലീസ് സേനയുടെ പ്രവർത്തനം പല തട്ടിലാണ് എന്ന് ദ്യോതിപ്പിക്കുന്ന വിധത്തിലാണ് ഈ സംഭാഷണങ്ങൾ ഉള്ളത്. സാമൂഹിക ഇത്തരം കാര്യങ്ങൾ പ്രചരിച്ചതോടെ പൊതുസമൂഹത്തിന്റെ മനസ്സിലടക്കം സേനയെ സംബന്ധിച്ച് തെറ്റായ ഒരു ചിത്രീകരണത്തിന് കാരണമായിട്ടുണ്ട് എന്നും ഈ പ്രമേയത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഇത്തരം അടിമ ഉടമ ബന്ധം മാനസികാവസ്ഥ പുലർത്തുന്ന ചില ഉദ്യോഗസ്ഥർ ഈ സേനയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത്തരക്കാരെ തിരുത്തിക്കാൻ അതിനാവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നും അതിന് പോലീസ് വകുപ്പ് മുൻകൈ എടുക്കണമെന്നും ഈ പ്രമേയം ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും എൽദോ നേരത്തെ ഡാനൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്തകളുടെ, അതായത് രാഷ്ട്രീയ ഈ സ്വാഭാവികമായും PV അൻവർ അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഒക്കെ വന്നതിന് പിന്നാലെ നടക്കുന്ന ഒരു സമ്മേളനമായി ഇത് മാറി എന്നുള്ളതാണ് ശ്രദ്ധേയം. ഏതുന്നതനായാലും അപമാനമുണ്ടാക്കിയാൽ മുഖം നോക്കാതെ നടപടി എടുക്കുമെന്നത് അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ വിഷയങ്ങൾ മുഖ്യമന്ത്രി അതിന് തൊട്ട് മുൻപ് നടത്തിയ പ്രസംഗത്തിൽ പറയുകയും ചെയ്തു. ബാഹ്യ ഇടപെടൽ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാകില്ല, പക്ഷേ ഒരാളുടെ തെറ്റ് ആകെ അപമാനമുണ്ടാക്കുന്ന സാഹചര്യമുണ്ട് എന്ന്. അത് MR അജിത് കുമാറിന്റെ പേരൊന്നും എടുത്ത് പറഞ്ഞുകൊണ്ടല്ല, പക്ഷെ അദ്ദേഹത്തെ കൂടി വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരം സംഭാഷണങ്ങൾ നടത്തിയത്. സേനയ്ക്ക് അപമാനമുണ്ടാക്കുന്നവരെ വെച്ചു പൊറുപ്പിക്കില്ല എന്നും തീർത്തു പറയുകയാണ്. തുടർന്നാണ് MR അജിത് കുമാർ സംസാരിച്ചത്. ഒരുപക്ഷെ ഒരു വിടവാങ്ങൽ പ്രസംഗം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു MR അജിത് കുമാറിന്റെ പ്രസംഗം ഉടനീളം വന്നത്. പോലീസ് സേനയിൽ താനെന്ത് മാറ്റം കൊണ്ടുവന്നു എന്ന് കൃത്യമായി തന്റെ പേര് തന്നെ എടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഏതാണ്ട് 29 വർഷമായി ഈ സേനയിൽ പ്രവർത്തിക്കുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. CPO ആയി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇനി വരുന്ന പരിഷ്കാരങ്ങൾ അടക്കം ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനിടെയാണ് MR അജിത് കുമാർ തന്നെ ചൂണ്ടിക്കാണിച്ചത് താൻ എന്തിനിപ്പോൾ ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ ഇനി ചിലപ്പോൾ ഇത് പറയാൻ അവസരം ഉണ്ടാകില്ല എന്ന് പറയുന്നതോടെ വളരെ കൃത്യമായൊരു സൂചനകൾ തന്നെ MR അജിത് കുമാർ നൽകുന്നു. അദ്ദേഹം സ്വയം മാറി നിൽക്കുമോ എന്നൊക്കെയുള്ള ചോദ്യത്തോട് പിന്നീട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ 4-5 ചോദ്യത്തോട് അദ്ദേഹം കൂടുതൽ ചോദ്യങ്ങളുണ്ടോ എന്ന് ചോദിച്ച ശേഷം ഇതിന് മറുപടി നൽകിയായിരുന്നു. അവിടെ മുഖ്യമന്ത്രിക്ക് താനൊരു കത്ത് നൽകിയിട്ടുണ്ട്, പോലീസ് സർക്കാർ സംവിധാനം പരിശോധിക്കട്ടെ എന്ന മറുപടിയാണ് നൽകിയത്. എന്തായാലും അജിത് കുമാറിന്റെ പ്രസംഗം തുടരുന്നതിനിടെ DGP നേരത്തെ തന്നെ മുഖ്യമന്ത്രി പോയിരുന്നു, വേദി വിട്ടു പോയിരുന്നു. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഒരു പകുതിയോളം പ്രസംഗം എത്തിയപ്പോൾ ഇത് വലിയ രീതിയിൽ നീണ്ടുപോയതോടെ അദ്ദേഹവും വേദി വിട്ടു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു പരിധിവരെ ആ വേദിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് MR അജിത് കുമാറിനെ സർക്കാർ കൈവിട്ടു എന്ന സൂചനകളാണ്. പക്ഷേ ഇക്കാര്യത്തിൽ പരിശോധന നടത്തിയ ശേഷമായിരിക്കും തുടർ നടപടി ഉണ്ടാകുക എന്ന ഉറപ്പ് തന്നെ മുഖ്യമന്ത്രി സമ്മേളന വേദിയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ശരി.